നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല ലാഹ ശബരിമലയിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്നാണ്, ലാഹ എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ ഇരുന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഫലമുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകനാണ്. KS വിജയനാഥ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാം. സാറേ, ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാം. നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാം. അപ്പോൾ പത്തനംതിട്ട ജില്ലയെ എങ്ങനെ LDF ആണോ, UDF ആണോ, BJP ആണോ, BJPക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയുന്നത് ആരാണെന്നുള്ളത് തീർച്ചപ്പെടുത്താൻ പോകുന്നത്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നില്ലേ, ശബരിമലയ്ക്ക് പോകാൻ ഇവിടുന്ന് 40 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് പോവാം. രാവിലെ കാപ്പി കുടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണ് കഴിക്കാം. അതാണ് ഈ പെരുന്നാട്ടുകാർക്കുള്ള സൗകര്യം. പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവിടെ ഇരിക്കുന്ന പൊന്നമ്പലവാസം തീർച്ചപ്പെടുത്തും കേരളം ആര് ഭരിക്കണമെന്നുള്ളത്. ഒരു അവസരം ഉണ്ടായിരുന്നില്ല സാറേ. ഒരു ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടന്ന സമയത്തും ഈ പത്തനംതിട്ട BJPക്കാരന് കൊടുത്തില്ല. BJPക്കാർ ഇത്ര ഭക്തന്മാരുണ്ടായിട്ട് ഈ ശബരിമല എല്ലാത്തിനെയും അതിജീവിച്ചിട്ടുള്ളൂ, എല്ലാ വിവാദങ്ങളെയും. കാരണം അത്തരത്തിലാണ് അതിൻ്റെ ഒരു വാസ്തു. ശ്രീകോവിലിൻ്റെ എല്ലാ വിഷയങ്ങളെയും എത്രയെത്ര വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ മുഴുവൻ അതിജീവിച്ചിരിക്കും. ഏതെങ്കിലും ഒരു കൊല്ലം വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ കൊല്ലം തീർത്ഥാടന സമയത്ത് വൻ തിരക്കായിരിക്കും. ഇക്കുറിയും വൻ തിരക്കല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലക്കാർ, പത്തനംതിട്ട ജില്ലയിലുള്ള ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഇവരൊക്കെ അവരുടെ വീട്ടിലുള്ളവരെല്ലാം അയ്യപ്പ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ശബരിമലയെ തൊട്ട് കളിച്ചവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ഏപ്രിൽ അവസാനം മെയ് ആദ്യവാരം അവർ കാത്തിരിക്കുകയാണ്. അറിയാമോ? കാരണം എനിക്കറിയാം, ഇവിടെയുള്ള ഈ പത്തനംതിട്ട ജില്ലയിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമൊക്കെ ഈ ശബരിമലയിൽ നിന്ന് അരവണ കൊണ്ടുവരുന്നത് കാത്തിരിക്കും കേട്ടോ, അത് കഴിക്കാനായിട്ട്. അത് അവർക്ക് വലിയ ഭക്തിയാണെന്ന്. അത് ശബരിമലയ്ക്ക് മറ്റേ ഈ കേരളത്തിന്റെ ഈ ഒരു മതേതരത്വം നിലനിൽക്കുന്നത് തന്നെ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ഒരു പുണ്യത കൊണ്ടല്ലേ സാറേ? തീർച്ചയായിട്ടും ആർക്കും പ്രവേശിക്കാം. തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, നീ തന്നെയാണ് എന്ന് പറയാം. അപ്പം അത് ഇങ്ങനെ എരുമേലി പള്ളിയിൽ വന്ന് അവിടെ കാണിക്കയിട്ട് അവിടുന്ന് കയറി വരുന്ന ഭക്തന്മാർ അല്ലേ. അപ്പോൾ ഈ വരുന്ന വഴിക്കെല്ലാം ഈ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഒക്കെ അവർക്ക് മോരും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കയറ്റിവിടുന്നതാണ്. അപ്പോൾ അതൊരു വലിയ മതേതരത്വത്തിൻ്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഈ ചില രാഷ്ട്രീയക്കാരുടെ പേര് ഇവിടെ ഓടാത്തത്. ഇപ്പോൾ നോക്കണേ, ഈ പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ റാന്നി നിയമസഭാ മണ്ഡലത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. റാന്നി നിയമസഭാ മണ്ഡലത്തിൽ പെരുന്നാട് പഞ്ചായത്തിലുമാണ്. അപ്പോൾ റാന്നി നിയമസഭാ മണ്ഡലം, പിന്നീട് കോന്നി, അടൂര്, ആറന്മുള, തിരുവല്ല, ഈ 5 മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 മണ്ഡലങ്ങൾ ഇപ്പോൾ LDFിൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇത് LDF മിക്കവാറും പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ചിലപ്പോൾ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റാന്നിയിലെ കാര്യം തന്നെ നോക്കാം. റാന്നിയിൽ കേരള കോൺഗ്രസ്സിന് കൊടുത്തു. കഴിഞ്ഞ തവണ 2021 പ്രമോദ് നാരായണനാണ്. പ്രമോദ് നാരായണൻ 1029 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. പ്രമോദ് നാരായണൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രമോദ് നാരായണൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ശബരിമല വിഷയമാണ്. ശബരിമല ശക്തമായിട്ട് ഇവിടെ തിരിച്ചടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ നമ്മൾ വിചാരിച്ച് 2026 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വരുമെന്ന്. ഇപ്പുറത്തേക്ക് വന്നാലും കേരള കോൺഗ്രസ് അവിടെ വെച്ച് പിളരുമായിരുന്നു. പ്രമോദ് നാരായണൻ അവിടെ നിൽക്കും. പ്രമോദ് നാരായണൻ റോഷി അഗസ്റ്റിനും അവിടെ നിൽക്കാനായിരുന്നു പരിപാടി. അതായിരുന്നു പിണറായി വിജയൻ്റെ തന്ത്രവും. എന്നിട്ട് കേരള കോൺഗ്രസിനെ പിളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റാന്നിയിൽ ഈ വലിയ ഭൂരിപക്ഷത്തിലല്ല വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അട്ടിമറി നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് CPMൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. രാജു എബ്രഹാം ആയിരുന്നു. രാജു എബ്രഹാം 5 തവണ
രാജു അബ്രഹാമിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? റാന്നിയിലെ ജ്യോതി ബസു എന്നാണ്. റാന്നിയിലെ ജ്യോതി ബസു ആ കതർ വെള്ളമൊക്കെ ഇട്ട് പിന്നെ കളിയാക്കി പറയാറുണ്ട് CPM-ലെ കോൺഗ്രസ്സുകാരെന്ന് കേട്ടോ. കാരണം ഈ കോൺഗ്രസ്സുകാരാണല്ലോ ഈ നല്ല അലക്കി തേച്ച് വെളുപ്പിച്ചിട്ട് മുഴുവൻ സമയം ചിരിച്ചു കിടക്കുന്നത്. രാജു അബ്രഹാം അങ്ങനെ തന്നെയാണ്, CPM-ലെ കോൺഗ്രസ്സുകാരെന്നുള്ള വിശേഷണമുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളും കൂടാണ്. അദ്ദേഹം തന്നെ വീണ്ടും നിന്നാൽ അദ്ദേഹം വീണ്ടും നിൽക്കത്തില്ല. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് CPM-ന്റെ. അത് കേരള കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ് ഈ മണ്ഡലം. അതുകൊണ്ട് ഇനി അത് തിരിച്ചു പിടിക്കത്തില്ല. പക്ഷേ ഈ രാജു അബ്രഹാമിനെ 2016 മന്ത്രിയാക്കുമെന്ന് കരുതി കൊടുത്തില്ലെന്നേ. അതൊരു വലിയ ചതി തന്നെയായിരുന്നു. വീണ ജോർജിനെ പോലെ ഇന്നലെ ഒരു കൊടിയും പിടിക്കാതെ വന്ന രാജു അബ്രഹാമിന് അതുകൊണ്ട് വലിയ നീരസം ഉണ്ടായിരുന്നു. രാജു അബ്രഹാം VS പക്ഷക്കാരനായിരുന്നു. ഒതുക്കിയതാണെന്നേ 5 തവണയായിട്ട്. രാജു അബ്രഹാമിനെ കുറിച്ച് പരാതിയുമുണ്ട് കേട്ടോ. മണ്ഡലത്തിൽ പെരുന്നാട്ടിൽ വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ. ഇപ്പോൾ ഈ കടക്കുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയായിരിക്കും. അവർക്കും ചിലപ്പോൾ CPM-കാരും ഒക്കെ കാണും. എന്നാലും അവർക്കൊരു അടക്കം പറച്ചിൽ കാണും, വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇനി റാന്നിയിൽ നമ്മൾ കോന്നിയിലേക്കൊന്ന് വന്നേ. കോന്നി ഇരിക്കുന്ന ഇപ്പോൾ ജനീഷ് കുമാറിൻ്റെ കയ്യിലാണ്. ഈ കോൺഗ്രസ്സുകാരുടെ ഒറ്റ കുഴപ്പം കൊണ്ടുപോയി കൊണ്ടുപോയി തൊലച്ചു കൊടുത്തതാണ്. മര്യാദയ്ക്ക് ഇവിടെ മണ്ഡലം നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? പാർലമെൻറ്റിൽ മത്സരിക്കാനായിട്ട് ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയി. ആറ്റിങ്ങലിൽ അന്ന് വിജയിച്ചു. ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനീഷ് കുമാർ കൊണ്ടുപോയി. കയ്യിലിരുന്നതും കേരളത്തിൽ അങ്ങനെ കയ്യിലിരുന്ന് 2 എണ്ണം ഈ കോൺഗ്രസ്സുകാർ കൊണ്ട് തൊലച്ചിട്ടുള്ള ഒന്ന് വട്ടിയൂർക്കാവ് മുരളീധരൻ മാന്യമായിട്ട് നിൽക്കുകയല്ലായിരുന്നു. അവിടെ നിന്നാണ് വടകരയ്ക്ക് വണ്ടി കയറ്റിയത്. അപ്പോൾ അതും പോയില്ലേ. അവിടെ ഇപ്പോൾ VK പ്രശാന്താണ്. അപ്പോൾ CPM ഈ കോന്നിയിൽ കയ്യിന്ന് പോയി. ഈ കോന്നിയിൽ ഇപ്പോഴും അടൂർ പ്രകാശ്, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല കേട്ടോ, അടൂർ പ്രകാശിന് നല്ല ജനപ്രീതിയുണ്ട്. കോന്നിയുടെ ഒരു വലിയ ചിത്രം അടൂർ പ്രകാശ് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അടൂർ പ്രകാശിനെ ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എംപിമാരാരും മത്സരിക്കണ്ട എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശിനെ വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അടൂർ പ്രകാശിനെ അല്ലെങ്കിൽ പിന്നെ റാന്നിയിൽ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് പഴകുളം മധു മത്സരിക്കും എന്ന് പറയുന്നുണ്ട്. കോന്നിയിൽ തന്നെ പിന്നെ പഴകുളത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ അനിയനല്ലേ? അല്ല, പഴകുളത്തിൻ്റെ പേര് കോന്നിയിലും പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും അത് വ്യക്തമായിട്ടില്ല. അപ്പോൾ കോന്നിയിൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അട്ടിമറി നടത്താം. നല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നല്ല പ്രതിഫലനം അവിടെ നിന്ന് ഉണ്ടാകും. ഇനി നമ്മൾ അടുത്ത് അടൂരിലേക്ക് വാ. അടൂർ സംവരണ മണ്ഡലമാണ് അല്ലേ? ചിറ്റയം ഗോപകുമാർ ഇവിടെ രമ്യ ഹരിദാസിനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ചിത്രം പൂർത്തിയായിട്ടില്ല. രമ്യ ഹരിദാസിന് വടക്കെങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇവിടെ ചിറ്റയം ഗോപകുമാർ ജയിച്ചിരിക്കുന്നത് 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഈ 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനകത്ത് ചിറ്റയം ഗോപകുമാറിനെതിരെ അവിടെ വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് മുതലാക്കാൻ കഴിയും. പണ്ട് അടൂര് തിരുവഞ്ചൂർ മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ഈ സംവരണ മണ്ഡലമായപ്പോഴാണ് തിരുവഞ്ചൂർ കോട്ടയത്തേക്ക് പോയി. അവിടെ ചെന്നാണ് VN വാസവനുമായിട്ട് മത്സരം ഉണ്ടായത്. VN വാസവൻ അവസാനം എന്ത് ചെയ്തു? തിരുവഞ്ചൂരിനെ ഭയന്ന് ഏറ്റുമാനൂരിലേക്ക് വണ്ടി കയറി. അപ്പം ഈ അടൂരിൽ 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം നിൽക്കുന്ന ചിറ്റയം ഗോപകുമാറിനെ ഇവർക്ക് പരാജയപ്പെടുത്താം. നല്ല സ്ഥാനാർത്ഥി ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ആറന്മുളയാണ്. കേരളത്തിൻ്റെ എല്ലാ വോട്ടർമാരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് മാറുകയാണ് ആറന്മുളയെക്കുറിച്ച് അറിയാമല്ലോ പത്മകുമാറിനെ. പറ, എന്നിട്ട് ഞാൻ പറയാം. ആറന്മുളയുടെ ഒരു ധനകാര്യമന്ത്രി, ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ആള് അവിടെ ഭരിക്കുമ്പോൾ അവിടുത്തെ നീതി മെഡിക്കൽ സ്റ്റോറിനകത്ത് മരുന്നില്ല സാറേ. അല്ല, അതാണ് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഒക്കെ അവസ്ഥ വളരെ മോശം. നീതി മെഡിക്കൽ സ്റ്റോറിനകത്ത് മരുന്നില്ലെങ്കിൽ എന്താ വയറ്റിൽ കത്രികയില്ലേ? വയറ്റിൽ കത്രികയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരുന്നവർക്കെല്ലാം ഒരു കത്രിക ഫ്രീയാ. ഓപ്പറേഷൻ വരുന്നവർക്ക് അരിവാൾ ചുറ്റിക കത്രിക എന്നാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമല്ല, അരിവാൾ ചുറ്റിക കത്രികയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അല്ല, ഇപ്പം ആരോഗ്യമന്ത്രി ഇപ്പം മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എനിക്കൊരു സംശയം. അതൊരു നാടകമാണോ? അല്ല, അദ്ദേഹത്തിന് തന്നെ പറഞ്ഞാൽ പോരെ. എനിക്ക് പുള്ളിക്കാരിക്ക് തന്നെ പറഞ്ഞാൽ പോരെ, ഞാൻ അടുത്ത പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ. അത് പിന്നെ ഭർത്താവിനെ കൊണ്ട് എല്ലായിടത്തും അപേക്ഷ കൊടുക്കും. അതോ എനിക്കൊരു സംശയം, ഭർത്താവിന് മത്സരിക്കാനായി ഇറങ്ങാനാണോ എന്ന്.
അങ്ങനെ ഒരു ചിലപ്പം കളിയിനകത്ത് നടക്കും. ശരിയാ. ഇപ്പം എന്തായാലും സഭയുടെ ആള് പുള്ളിയാണ്. സഭയുടെ ആള് ഈ 2016 വീണ ജോർജ് വന്നത് എങ്ങനെയാ? സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദമാണ്. 2019 കൊണ്ടുപോയി സമ്മർദ്ദമാണ്. രാജു എബ്രഹാമിനെ പോലുള്ള ആൾക്കാരോട് നിൽക്കുമ്പോഴാണ് ആന്നോ വഴക്കമുള്ള നേതാക്കന്മാർ നിൽക്കുമ്പോൾ അല്ല, ന്യൂനപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് പിണറായി വിജയൻ വഴങ്ങുകയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം 2019 ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു. ലോക്സഭയിൽ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ വേറെ നീക്കമായിരുന്നു. പക്ഷേ അവിടെ കേരളത്തിൽ എമ്പാടും UDF തരംഗം ഉണ്ടായി, അതങ്ങ് പോവുകയും ചെയ്തു. അല്ല, പുള്ളിക്കാരി അതിനെ പ്രാർത്ഥിച്ചിരുന്നു. ജയിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ ജോർജ് ആയിരുന്നു. ഇവിടെ BJPക്ക് ഒരു നോട്ടമുണ്ട് ആറന്മുളയിൽ. അത് കുറേ കാലമായിട്ടുള്ളതാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവർ ഉണ്ട്, ഓർത്തഡോക്സ് സഭക്കാരും ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ അവിടെ മത്സരിക്കും എന്ന് ആദ്യം ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, അച്ചുമ്മൻ. അത് കഴിഞ്ഞിട്ട് അബിൻ വർക്കിയുടെ പേരും പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും അവിടെയും ചിത്രമായിട്ടില്ല. BJPയിൽ നിന്ന് കുമ്മനത്തിൻ്റെ പേരാണ് പറയുന്നത് ഇപ്പോൾ. ഈ എൻ്റെ അഭിപ്രായത്തിൽ കുമ്മനത്തെയൊക്കെ ഇനി അങ്ങ് മാറ്റി നിർത്തുക. കുമ്മനത്തിന് മാന്യമായ ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് മിസോറാം ഗവർണറും ഒക്കെ ആക്കി അവിടെ മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴാണ് തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പാർലമെന്റ് മത്സരിപ്പിച്ചത്. പാർട്ടിയായി പോയില്ലേ സാറേ BJP? അല്ലെങ്കിൽ ഇനി ശ്രീധരൻപിള്ളയെ കൊണ്ടുവരണം. ശ്രീധരൻപിള്ള തൊട്ടടുത്ത ഉള്ള ആളല്ലേ, വെൺമണിക്കാരനാണ് അല്ലേ? ഈ 41,000 വോട്ട് പിടിച്ച ആളാണ്. അല്ല, ശ്രീധരൻപിള്ളയ്ക്ക് ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഒരു മതേതര സ്വഭാവമുണ്ട്. അദ്ദേഹം ഗോവ ഗവർണറായിരുന്ന ഗോവയിൽ ആരാ കൂടുതൽ? ക്രിസ്ത്യൻസ് അല്ലേ ഉള്ളത്? അപ്പോൾ ക്രിസ്ത്യൻസിനെ മുഴുവൻ കയ്യിലെടുത്തില്ലേ? കുമ്മനം രാജശേഖരനും മിസോറാം ഗവർണറാണ്. കുമ്മനം ഇവിടുന്ന് അവിടെ ചെല്ലുമ്പം സകല ക്രിസ്ത്യാനികളും പിന്നെ കുറുവടി എടുത്ത് നിന്നവരാണ്. കാരണം കുമ്മനത്തെ വേണ്ടതെന്നും പറഞ്ഞു. അവസാനം കുമ്മനം 1 മാസം കൊണ്ട് ഇവരെ മുഴുവൻ കയ്യിലെടുത്തു എന്നുള്ളതാണ്. മിസോറാംകാർക്ക് പിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ BJP ചിലപ്പോൾ MT രമേശിനെ ഒരിക്കൽ നിർത്തിയിട്ടുണ്ട് 2016 അന്ന് വീണ ജോർജിനെതിരെ. പക്ഷെ പിന്നെ ഇവർ വോട്ട് വിഹിതം കൂട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ ആറന്മുള A ക്ലാസ് മണ്ഡലത്തിലോട്ട് ഇപ്പോഴും കടന്നു വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വരുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ BJP ഒരു ക്രൈസ്തവ മുഖമുള്ള സ്ഥാനാർത്ഥിയാണ് ഇറക്കിയിരിക്കുന്നത്, അനൂപ് ആൻ്റണി. ചെറുപ്പക്കാരനല്ലേ? അനൂപ് ആൻ്റണി കേന്ദ്ര നേതൃത്വവുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ടുള്ള വലിയ ബന്ധമാണ്. അവരുമായിട്ടുള്ള നേരിട്ടുള്ള ഇതാണ്. അനൂപ് ആൻ്റണി വർക്ക് തുടങ്ങി കഴിഞ്ഞല്ലോ. അവിടെ സകല ക്രിസ്ത്യാനികൾ ഒന്നിച്ചാണ് പൊരുതുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നിലവിലെ MLA മാത്യു ടി തോമസ് ആണ്. മാത്യു ടി തോമസ് ഒരു വൈദികൻ്റെ മകനാണ്. മർത്തോമ സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ല. പിന്നെ കോൺഗ്രസിൽ നിന്ന് ഇടയ്ക്ക് PJ കുര്യൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. PJ കുര്യനൊന്നും ഇനി മത്സരിക്കാതിരിക്കാതെ ഈ കടൽക്കിഴകന്മാരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യാനാണ്? രവി തോമസിന് മാത്രമേ മനസാക്ഷി തോന്നി ഇനി മത്സരിക്കില്ലെന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇല്ല, മത്സരിക്കണമെന്ന് അദ്ദേഹം പിന്നെ താല്പര്യം പ്രകടിപ്പിച്ചു. എറണാകുളത്ത് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയന് പലതരത്തിലുള്ള നീക്കങ്ങളുണ്ട്. അവിടെ സുധാകരൻ പറഞ്ഞതുപോലെ ഇയാൾക്ക് കുറേ തരത്തിലുള്ള ശമ്പളവും പെൻഷനും ഉണ്ടല്ലോ, 10-30 ലക്ഷം. ഇയാൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. KV തോമസിനൊക്കെ ശമ്പളമല്ല, ശമ്പളം വാങ്ങിക്കാൻ പറ്റാത്ത ഓണറോറിയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പെൻഷൻ അങ്ങ് പോകും. അതുകൊണ്ട് ഈ പിന്നെ തിരുവല്ലയിൽ പക്ഷേ ഈ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. കാരണം അനൂപ് ആൻ്റണി, മാത്യു ടി തോമസ് തന്നെയായിരിക്കും LDFൽ നിന്ന് മത്സരിക്കുക. മാത്യു ടി തോമസിന് ഒരു ജനകീയ സ്വഭാവമുണ്ട്. ഒരു വലിയ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനകീയ സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് UDFൽ നിന്ന് ഒരു ക്രൈസ്തവ മുഖം തന്നെ ആയിരിക്കും വരിക. അനൂപ് ആൻ്റണി എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളത് ആണ് പ്രധാനമായിട്ടും അവിടെ അറിയേണ്ടത്. നമുക്കറിയാൻ വേണ്ട കാര്യം, BJP പിടിക്കുന്ന വോട്ട് ആരുടെയാണ് സാറേ? ആർക്കാണ് ദോഷം ചെയ്യുക BJP വോട്ട് പിടിക്കുക? ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഈ UDFന് നഷ്ടം ഉണ്ടാകുന്നതാണ്. പലയിടത്തും അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളത്. LDF രണ്ടാം ഘട്ടം വരാനുള്ള കാരണവും ഇത് തന്നെ. ഈ 3ാം വട്ടവും പോകും എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവരുടെ ഐശ്വര്യം എന്ന് പറഞ്ഞ BJP ആന്നു. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP ഭരിക്കുന്ന ആരുടെ ഇതുകൊണ്ട്? CPMൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ, ആര്യ രാജേന്ദ്രൻ്റെ ഇതുകൊണ്ടല്ലേ. അപ്പം ഇതിനകത്ത് പത്തനംതിട്ട ജില്ലയിൽ എൻ്റെ ഉറച്ച വിശ്വാസം, ഞാൻ ഈ 5 മണ്ഡലത്തിലും കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയുകയാണ്, ഒരു സീറ്റിൽ LDF ഒതുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ല, തിരുവല്ലയിൽ മാത്രമായിരിക്കും
അത് ബാക്കി 4 യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകും. പക്ഷേ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കണം എന്നുള്ളതാണ്. വീണ ജോർജിനെ എതിരിടാൻ പറ്റിയ കറക്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്രൈസ്തവ സഭയിൽ ഇദ്ദേഹം നോക്കിയ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞത് ആരാണ്? ഈ ഇവരല്ലേ, കത്തോലിക്ക സഭ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. സഭയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. കാരണം അവർ അതൃപ്തരാണ്. എന്തുകൊണ്ട്? ഭരണത്തിൻ്റെ കാര്യത്തിൽ അതൃപ്തരാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തനംതിട്ട ജില്ല ഒരു മലയോര മേഖലയാണ്. വന്യജീവി പ്രശ്നം രൂക്ഷമായിട്ട് നിൽക്കുന്ന ഇടം കൂടിയാണ്. ഇതിന് പലവട്ടം പല രീതിയിൽ ശ്രമം നടത്തിയിട്ട് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിരിക്കുന്ന ഈ പെരുന്നാട് പഞ്ചായത്തിൽ തന്നെ വന്യജീവികളുടെ വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരിഹാരം ഒന്നും തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ല വളരെ നിർണായകമാണ്. 5 സീറ്റാണ് ഉള്ളതെന്നുള്ളത്. പക്ഷേ ഈ മണ്ഡലങ്ങളിലൊക്കെ ശക്തരായ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും മത്സരിക്കാൻ സാധ്യത? സാറൊരു മണ്ഡലങ്ങളിലൂടെ ഒന്ന് പോയ ആളാണ്. അപ്പോൾ മണ്ഡലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആറന്മുള ഇനിയും കുമ്മന മത്സരിക്കുകയാണ്, എതിരായിട്ട് ആരായിരിക്കും മത്സരിക്കാൻ? പിന്നെ അബിൻ വർക്കിയുടെ പേര് പറയുന്നുണ്ട് കോൺഗ്രസിൽ. അബിൻ വർക്കി വരികയാണെങ്കിൽ വീണ ജോർജിന്റെ കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവും. വീണ ജോർജിന്റെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അതൃപ്തരാണ്. പത്തനംതിട്ടയിലെ CPM ഘടകത്തിന് എതിർപ്പുണ്ട്. അല്ല, ഇപ്പം കാര്യമാണ് സാറേ, ഭർത്താവിന്റെ വോട്ട് കിട്ടത്തില്ല വീണ ജോർജിന്. ഭർത്താവിന്റെ വോട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങത്തില്ലല്ലോ. ഭർത്താവിന്റെ വോട്ട് കിട്ടത്തില്ലല്ലോ, പിന്നല്ലേ. അല്ല, ഈ ഭർത്താവ് എന്തുകൊണ്ടാണ് മത്സരിക്കാൻ വേണ്ട സാറേ ഒരു കുടുംബജീവിതം? ഇതിങ്ങനെ അയാൾ വിവാഹം കഴിച്ചത് ഒരു പ്രാവശ്യം ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അയാൾ തന്നെ പിന്നെ അതിനുവേണ്ടി പിന്തുണ കൊടുത്തു. അദ്ദേഹം തന്നെ ഇറങ്ങി പല പ്രവർത്തനങ്ങളും നടത്തി. അതിനുശേഷം അത് സ്ഥിരമാവുകയും അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അല്ല, വീണ ജോർജ് പൊതുവെ ഒരു അസ്വസ്ഥതയോടുകൂടി നിൽക്കുകയാണ്. അതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. കാരണം പിന്നെ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അത് മനസ്സിലാക്കുന്നുണ്ട് വീണ ജോർജ്. അതിനു മുമ്പ് വീണ ജോർജ് നിയമസഭയിൽ എന്താണ് പറഞ്ഞത്? സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ, ഈ കപ്പൽ ആടി ഉലയില്ല, ഈ കപ്പൽ ആടി ഉലയുന്നുണ്ട് എന്ന് വീണ ജോർജ് മനസ്സിലാക്കുന്നുണ്ട്. വീണ ജോർജിന് ഇതിൻ്റെ മനസ്സ് ഇപ്പോഴും ഒരു ന്യൂസ് റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോലെയൊക്കെ കാര്യങ്ങൾ പിന്നെ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്നുണ്ട്. ആ രാഷ്ട്രീയ വിശകലനത്തോടെ വീണ ജോർജ് മനസ്സിലാക്കുന്നത് LDF അധികാരത്തിൽ വരുത്തില്ല, അധികാരമില്ലാതെ വീണ ജോർജിന് നിൽക്കാൻ പറ്റത്തില്ല, വീണ ജോർജിന് തിരികെ ന്യൂസ് റൂമിലേക്ക് പോകാനും പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആർക്കായാലും, പിന്നെ ഇപ്പം നികേഷ് കുമാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികേഷ് കുമാർ പാർട്ടിയുടെ വേറെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നികേഷ് കുമാറിനൊന്നും പ്രശ്നമില്ല. വീണ ജോർജിന് ഇത് ആലോചിക്കാൻ പറ്റത്തില്ല. പറ്റാത്തത് കൊണ്ടാണ് ഇത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വേറൊരു തരത്തിൽ കണ്ടത്. അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനാണ് അവർ പുറത്തു വന്നത്. കാരണം അവർക്കത് നന്നായിട്ടുണ്ട്. അവർ ഈ ചില കാര്യങ്ങൾ അസ്വസ്ഥതയാണ്. കാരണം ആരോഗ്യ വകുപ്പ് തന്നെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചില്ലേ സാറേ? ഒരു മന്ത്രി അല്ലെങ്കിൽ ഇപ്പം മന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് നല്ല ബന്ധമാണ്, മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ട് നല്ല ബന്ധമാണ്. ഈ ടൂറിസം വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ടൊരു പേപ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി ഒപ്പിട്ട് കൊടുക്കും. പക്ഷേ എന്നിട്ടും ഇത്തരം കാര്യങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ആറന്മുളയിൽ എന്തുകൊണ്ടാണ് ഒരു ടൂറിസം? അപ്പോൾ സാറേ, ഒരു മന്ത്രിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഒരു MLA ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ മന്ത്രിമന്ദിരത്തിൽ തന്നെ കഴിഞ്ഞു കൂടിയാൽ എങ്ങനെയാണ് ഒരു വോട്ടർക്ക് എങ്ങനെയാണ് സാറേ ഒരു സന്തോഷം ഉണ്ടാകുന്നത്? ഞാൻ തൊട്ടടുത്ത മണ്ഡലത്തിലാണ് സജി ചെറിയാൻ നിൽക്കുന്നത്. സജി ചെറിയാൻ്റെ പാർലമെൻറ്റിൽ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അടിച്ച പത്രികയാണിത്. ചെങ്ങന്നൂരിൻ്റെ വികസന പെരുമയ്ക്ക് കരുത്തേകുവാൻ പാർലമെൻറ്റിൽ അടിച്ചതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വികസനങ്ങളാണ് ഈ കാണുന്നത്. വികസനങ്ങളെന്ന് പറഞ്ഞാൽ സാറേ ഇതുവരെ ഇനിയിപ്പം അടിച്ച് തീർന്നിട്ടില്ല. അല്ല, പിണറായി വിജയന്റെ വികസനം നമ്മൾ KSRTCയുടെ 4 വശത്തും കാണുന്നില്ലേ, അല്ലേ? 80-200 അതുപോലെ അല്ലല്ലോ സജി ചെറിയാൻ്റെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, ഞാനിപ്പോൾ ഒരു CPM-നെ എതിർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിൽക്കുകയോ BJPയുടെ പക്ഷത്ത് നിൽക്കുകയോ അല്ല. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ടായിരുന്ന MLA ആയിരുന്നു മുരളീധരൻ. മുരളീധരൻ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ നന്നായി സംരക്ഷിച്ച ഒരാളാണ്, കൈവെള്ളയിൽ കൊണ്ടു നടന്ന ആളാണ്. കോൺഗ്രസ് മനഃപൂർവ്വം മുരളീധരനെ ഒതുക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുപോയതാണ്. വളർച്ച വന്നു കഴിഞ്ഞാൽ അല്ല, അങ്ങനെ ചില MLA-മാർക്ക് നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ. പക്ഷേ ശബരിമല കഴക്കൂട്ടം മണ്ഡലമാണ് ഇദ്ദേഹത്തിൻ്റെത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇദ്ദേഹം അവിടെ സകല അമ്പലങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വികസനവും ചെയ്തു കൊടുത്തിരിക്കുക, അറിയാമോ?
കഴക്കൂട്ടത്ത് അവിടെ ആ ജംഗ്ഷനിലുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ശബരിമല ഇടത്താവളം നിർമ്മിച്ചു. 10 കോടി രൂപ ചെലവഴിച്ചു. അത് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരത്ത് എന്തിനാണ് ശബരിമല ഇടത്താവളം? ശബരിമല ഇടത്താവളം ഒന്നുകിൽ ലാഹയെ വരണം, അല്ലെ പെരുന്നാട്ടിൽ വരണം, അല്ലെ പത്തനംതിട്ട വരണം, അല്ലെ ആറന്മുള വരണം, അല്ലെ ചെങ്ങന്നൂരിൽ വരണം. ഇതെന്താണ് തിരുവനന്തപുരത്ത്. പക്ഷേ അതിനകത്ത് ഞാനിത് അന്വേഷിച്ചപ്പോൾ വേറൊരാൾ പറഞ്ഞത് കല്യാണ മണ്ഡപമായിട്ട് ഉപയോഗിക്കുന്നു. അല്ല, ഒരു ദീർഘവീക്ഷണമുണ്ട് അതിനകത്ത്. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലും കൊണ്ട് വളരെ സമ്പന്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വരുന്ന ഭക്തരുടെ ഒരു ഒഴുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലിലേക്കും ഉണ്ട്. അവിടെയും ദർശനം നടത്തി അവിടെ വിശ്രമിച്ച് ശബരിമലയിലേക്ക് യാത്ര തുടരുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ദീർഘവീക്ഷണമാണ്. അപ്പം നമ്മൾ സ്വർണ്ണക്കൊള്ളക്കാരൻ എന്നൊക്കെ പറഞ്ഞാലും മണ്ഡലത്തിനകത്ത് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു സംശയമുള്ളത്, അവിടുത്തെ ത്രികോണ മത്സരത്തിനകത്തും കടകംപള്ളിക്ക് പിന്നെയും സാധ്യത തെളിയുമോ എന്നുള്ളത്. അവിടെ പിന്നെ BJPയിൽ നിന്ന് മുരളീധരനാണ് മത്സരിക്കുന്നത്. മുരളീധരൻ വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് അതിനകത്ത്. അപ്പോൾ ഈ പിന്നെ ഇവിടുത്തെ സാറ് ഇങ്ങനെ കൃത്യമായി പറയുമ്പോൾ ആറന്മുളയിലേക്ക് എത്താൻ പിന്നെ ആറന്മുള നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇദ്ദേഹം മത്സരിക്കും എന്ന് പറയാം, അബിൻ വർക്കിയെ പറയാം. അപ്പം റാന്നിയിലേക്ക് വരുമ്പോൾ റാന്നിയിൽ കേരള കോൺഗ്രസ് തന്നെ തുടരും. അത് പ്രമോദ് നാരായണൻ തന്നെ ആയിരിക്കും മത്സരിക്കുക. അവിടെ പിന്നെ പഴകുളം മധുവിൻ്റെ പേര് പറയുന്നുണ്ട്. കോൺഗ്രസ് വ്യക്തമായ ചിത്രം പുറത്തുവിട്ടില്ല. പഴകുളത്തിൻ്റെ പേരാണ് ഇപ്പോൾ നിൽക്കുന്നത്. റാന്നിയിലെ BJPയുടെ ചിത്രവും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സിന് പണ്ട് കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു റാന്നി. പിന്നീടാണ് ഇത് CPMലേക്ക് പോയത്. രാജു അബ്രഹാമിൻ്റെ കൈ വന്നു കഴിഞ്ഞപ്പം 5 തവണ ഇത് കൈവശം വെച്ചിരുന്നു. 5 തവണ മണ്ഡലം കൈവശം വെച്ചിട്ടുള്ളവർ വളരെ കുറവാണ്. ഒന്ന് രാജു അബ്രഹാം, പിന്നെ ഒന്ന് കോവൂർ കുഞ്ഞുമോനെ, പിന്നെ നമ്മുടെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ, ഇവരൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ളതാണ്. പിന്നീട് തിരുവല്ലയിൽ മാത്യു ടി തോമസ് തുടരും, അനൂപ് ആൻ്റണി മത്സരിക്കും. കോൺഗ്രസിൻ്റെ ചിത്രം കൂടി തെളിയാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയുടെ അവസ്ഥ. പത്തനംതിട്ടയിൽ ശബരിമല തീർച്ചയായിട്ടും കൂടുതൽ പിന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും. തുടക്കത്തിൽ പറഞ്ഞൊരു ചോദ്യം ഇപ്പോഴും ബാലൻസാണ്. ഈ സ്ത്രീ പ്രവേശനത്തിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ വലിയ പ്രതീക്ഷയോടെ നേരിട്ടപ്പോൾ അവിടെ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ഒരു നിഷ്പക്ഷനായ ഒരാളെ നിർത്തുന്നതായിരുന്നെങ്കിൽ ചിലപ്പം ജയിച്ചേനെ. അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പ് അന്ന് ഈ കേരളത്തിലുള്ള ജനങ്ങൾ വിചാരിച്ചത് മറ്റേ രാഹുൽ ഗാന്ധി അങ്ങ് പ്രധാനമന്ത്രിയായി കളയുമെന്നാണ് വിചാരിച്ചത്. വയനാട്ടിൽ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ചു. വലിയ കാറ്റടിച്ചത്. അന്നല്ലേ കുഞ്ഞാലിക്കുട്ടി പോയി നിന്ന് മത്സരിച്ച് MP ആയിട്ട് പോയത്. പുള്ളി വിചാരിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരും, അപ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി അവിടെ ഇരിക്കാമെന്ന്. പോയ വണ്ടിക്ക് തന്നെ തിരിച്ചു വന്നു, രാജിയും വെച്ചു. അല്ലേ? ഇപ്പം അറിയാം, അവിടെ ഡൽഹിക്ക് അറിയാം ഇവർക്ക് ഇനിയും ഡൽഹിയിലോട്ട് പോകണ്ട. അതുകൊണ്ടല്ലേ കേരളത്തിലെ ഈ 18 കോൺഗ്രസ് MP-മാർ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പാലക്കാട് ശ്രീകണ്ഠൻ അവിടെ MP സ്ഥാനം രാജിവെച്ചിട്ട് ഇല്ല. അവിടെ രാഹുൽ ഈ നമ്മുടെ ഹൈക്കമാൻഡ് ഉണ്ടല്ലോ, ആരാ എന്താ സാറേ ഹൈക്കമാൻഡാണ്. പിന്നല്ലാതെ വേണുഗോപാലിനെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഹൈക്കമാൻഡ് ഇതാണ് പറഞ്ഞത്, ഒരുത്തരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, ഞാൻ സമയമാകുമ്പോൾ എന്നെ രാഹുൽ ഇങ്ങോട്ട് കെട്ടിയിറക്കിക്കോളും എന്നുള്ളത് കൊണ്ടാണ്. വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. വേണുഗോപാൽ മത്സരിക്കത്തില്ല, മത്സരിക്കാൻ പിന്നീട് അവസരം ഉണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പ് വരും, ഇട്ട് കൊടുത്തിരിക്കും. അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും, നീ അന്നേരം രാജിവെച്ചു. പക്ഷെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വിഷയം ഞങ്ങളുടേത് UDF കേരളത്തിൽ അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ്. സാറ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതേപോലെ പ്രവചനം നടത്തി, ആ പ്രവചനങ്ങളൊക്കെ കൃത്യമായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ചർച്ച പത്തനംതിട്ട ജില്ലയിൽ വെച്ചായതും പത്തനംതിട്ട ജില്ലയുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ജില്ലയിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഈ വിഷയമായിട്ട് വരും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ പിന്നെ LDF ആണോ UDF ആണോ, BJPക്ക് എത്ര സീറ്റ് കിട്ടും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത ചർച്ച ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.